ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക്, ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ബാക്കി കുറച്ച് പ്രിൻസിപ്പിൾസും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേ പിന്നെ നമ്മൾ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡ്യുവൽ ആസ്പെക്റ്റ് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾസ്, അതുപോലെ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ്, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ്, ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ്. എന്താണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റാണ്? നമ്മൾ ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിങ് എമൗണ്ടുകൾ എന്തായിരിക്കണം, വെരിഫയബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ അക്കൗണ്ടിങ് ഡാറ്റ പ്രൊവൈഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ബി വെരിഫയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ. നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഈ അക്കൗണ്ടിങ് ഡാറ്റ, ബിസിനസ്സിൻ്റെ ന്യൂമറിക്സ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ഈ ഡാറ്റ എന്തായിരിക്കണം, വെരിഫയബിളും ഡിപ്പെൻഡബിൾ ആയിരിക്കണം, വെരിഫൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. നമുക്ക് ഒരു അക്കൗണ്ട് തയ്യാറാക്കുന്ന അക്കൗണ്ടൻറ്റിന് ഇഷ്ടമുള്ള എമൗണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസോ എഴുതി വെക്കാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കൃത്യമായിട്ടുള്ള ടൈമിൽ, കൃത്യമായിട്ടുള്ള സമയത്ത്, കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ നടന്ന ഒരു വെരിഫയബിൾ ആയിരിക്കണം, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. ബിൽസ്, റെസിപ്റ്റ്സ്, ഇൻവോയ്സ് പറഞ്ഞൊരു എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ട്രാൻസാക്ഷൻസ് ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ വെരിഫയബിളും അക്കൗണ്ടിങ് ഡാറ്റ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം, വെരിഫയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ ആയിരിക്കണം. ദ ഫിഗർ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഹാവ് സപ്പോർട്ടീവ് എവിഡൻസ് സച്ച് ആസ് ബിൽസ്, വൗച്ചേഴ്സ് എക്സെട്ര വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സോഴ്സ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന അക്കൗണ്ടിങ് ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനൊരു എവിഡൻസ് ഉണ്ടാവാൻ വേണ്ടി ബിൽസ്, വൗച്ചേഴ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ഇൻവോയ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ എമൗണ്ടും ട്രാൻസാക്ഷനും അത് നടന്ന സമയമൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇൻവോയ്സ് നമ്പർ പറഞ്ഞിട്ടൊരു കോളൊക്കെ നമ്മൾ റെക്കോർഡിങ്ങിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് ഇവർ വിളിക്കുക. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അത് ഷുഡ് ബി വെരിഫയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ ആയിരിക്കണം. ഇനി അടുത്തത് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. The principle of full disclosure requires that all material and relevant fact concerning the financial performance of an enterprise must be fully disclosed in the financial statements. അപ്പോൾ എന്താ പറഞ്ഞത്, ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് റിക്വയർ ദാറ്റ് ആൾ മെറ്റീരിയൽ ആൻഡ് റെലവൻറ്റ് ഫാക്റ്റ് കൺസേണിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ എന്തിരിക്കണം, അത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്റ്റ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അതിന് ഉണ്ടായിരിക്കും. നമ്മൾ അക്കൗണ്ടിങ്ങിലെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള ടൈമിന് റെലവൻ്റ് ആയിരിക്കണം ആ ഇൻഫോർമേഷൻ, റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം. മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. ഒന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് നിർത്താൻ വേണ്ടി പഠിക്കും. ഇപ്പോൾ ഈ വർഷം ലോസ് ആണെങ്കിൽ നമ്മളത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് ലോസ് ഇത്ര വന്നു നമ്മൾ കാണിക്കണം. ഒന്ന് നമ്മൾ ഹൈഡ് ചെയ്യാനോ മറ്റൊരു കള്ളത്തരങ്ങൾ കാണിക്കാൻ വേണ്ടി പാടില്ല. ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് ടു എനേബിൾ ദ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് ഡിസിഷൻ. എന്നാൽ മാത്രമേ ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല,
ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഒരു വർഷത്തിൻ്റെ അവസാനം തയ്യാറാക്കി നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്, ബാങ്ക് തുടങ്ങിയ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള നിരവധി യൂസേഴ്സിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെലവൻ്റ് അല്ലാത്ത ഡാറ്റ ഒരു ഇൻഫർമേഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷനാക്കി തയ്യാറാക്കി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ മേക്ക് എടുക്കാനോ ഒന്ന് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാനൊന്നും അതിന് വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാം നമ്മൾ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് യൂസേഴ്സിനെ സഹായിക്കുള്ളൂ. അതിനൊരു ഇമ്പോർട്ടൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുണ്ടെങ്കിൽ അത് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം ആണ് പറയുന്നത്. ഫിനാൻഷ്യൽസ് എനേബിൾ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് ഡിസിഷൻസ് അബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി, ദ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി എൻ്റർപ്രൈസ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ചീറ്റിംഗ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ അടുത്ത വർഷം അത് റിക്കവർ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനോ സ്കെയിൽ കൂട്ടാനോ ഒന്നും നമുക്ക് സഹായിക്കില്ല. അപ്പോൾ നമ്മൾ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സൗണ്ട് ഓഫ് ദി എൻ്റർപ്രൈസ് ആൻഡ് ഹെൽപ്പ് ദം ടു ടേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻസ്. അങ്ങനെ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. അതിനൊരു ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കണം. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിലുള്ള ഫുൾ ഡിസ്ക്ലോസ്ഡ് ആയാൽ അത് സഹായിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പാടില്ല. റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ്. ഈ പ്രിൻസിപ്പിൾസ് കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. This is the basic principles of accounting. Accounting to this concept, every transaction has two aspects. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ഒരു മെൻഷൻ പോലും ചെയ്യാത്ത ഒരു പ്രിൻസിപ്പിൾ, ഒരു കോൺസെപ്റ്റാണ് ഈ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ടിങ്ങിലെ ഏതൊരു ട്രാൻസാക്ഷൻസിനും ടു ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അതിന് രണ്ട് തലങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദേ ആർ റിസീവിങ് ആസ്പെക്ട്സ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്സ്. ഈ ടു ആസ്പെക്റ്റിൽ ഒന്ന് റിസീവിങ് ആസ്പെക്ട്സ് ആയിരിക്കും. റിസീവിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഗിവിങ് ആസ്പെക്ട്സ് നമ്മൾ കൊടുക്കുന്നത്. ഒരു അക്കൗണ്ടിങ് ഒരു ട്രാൻസാക്ഷൻസിൽ രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ടായിരിക്കും എന്നാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. രണ്ട് ആസ്പെക്റ്റിൽ ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും ഒന്ന് ഗിവിങ് ആസ്പെക്ട്സ് ആയിരിക്കും. ഈ റിസീവിങ് ആസ്പെക്റ്റ് ഈസ് കാൾഡ് ഡെബിറ്റ് ആസ്പെക്റ്റ്. റിസീവിങ് ആസ്പെക്റ്റ് അതായത് നമുക്ക് കിട്ടുന്ന ആസ്പെക്റ്റ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഗിവിങ് ആസ്പെക്റ്റ് നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയാം. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. രണ്ട് ആസ്പെക്ട്സ്, രണ്ടിനും ഓരോ ഡെബിറ്റും ഉണ്ടായിരിക്കും, ഓരോ ക്രെഡിറ്റും ഉണ്ടായിരിക്കും ആണ് പറയുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അതിൽ റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റ് ആയിരിക്കും, ഗിവിങ് ആസ്പെക്റ്റ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. Thus for every debit there is a corresponding credit. ഓരോ ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ളൊരു ഡെബിറ്റ് ഉണ്ടായിരിക്കും. ഓരോ ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ദി സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഈസ് കാൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതിനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഓരോ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. രണ്ട് ആസ്പെക്ട്സിൽ ഒന്ന് എന്തായിരിക്കും? ഗിവിങ് ആസ്പെക്ട്സും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്ട്സ് ആയിരിക്കും. ഈ റിസീവിങ് ആസ്പെക്റ്റ് നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്ന് പറയും. ഓരോ ഡെബിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ഈ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് എന്ത് ഡബിൾ എൻട്രി സിസ്റ്റം വർക്ക്. ഇതൊരു വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യനാണ്, കോൺവെൻ്റായിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഏത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വന്നത്? അത് ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വന്നത്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡബിൾ എൻട്രി, എന്താണ് സിംഗിൾ എൻട്രി എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങളെ ഡബിൾ എൻട്രി സിസ്റ്റം എന്തിൻ്റെ ബേസിലാണ്? ഡ്യുവാലിറ്റി പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് നിങ്ങൾ മനസ്സിലാക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് പഠിച്ചാലോ?
മെയിനായിട്ടുള്ള പോയിന്റ് നമ്മൾ പഠിച്ചു. 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, റിസീവിങ് ആസ്പെക്ട്സും ഗിവിങ് ആസ്പെക്ട്സും. റിസീവിങ് ആസ്പെക്റ്റ് എന്താണ്? ഡെബിറ്റാണ് നമ്മൾ ചെയ്യുക. ഗിവിങ് ആസ്പെക്റ്റ് ക്രെഡിറ്റാണ് ചെയ്യുക. ഓരോ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഈ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളുകളിലൂടെ നമുക്ക് നോക്കിയാലോ. ഈ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ എന്നാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ സാലറി പെയ്ഡ് ടു എംപ്ലോയീസിന് സാലറി കൊടുത്തു. അപ്പോൾ ഇതിൽ 2 ആസ്പെക്ട്സ് ഉണ്ട്. എന്താ 2 ആസ്പെക്ട്സ്? ഒന്ന് നമുക്ക് എന്താണ്, സാലറി നമ്മൾ കൊടുത്തു, അതൊരു ആസ്പെക്ട്സ്. രണ്ടാമത്തെ ആസ്പെക്ട്സ് നമ്മുടെ എംപ്ലോയീസിൻ്റെ സർവീസ് നമുക്ക് കിട്ടി. എംപ്ലോയീസിൻ്റെ സർവീസ് നമുക്ക് കിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് എംപ്ലോയീസിന് സാലറി കൊടുത്തത്. അപ്പോൾ സാലറി പറഞ്ഞൊരു ആസ്പെക്റ്റ് ആണ്, അതാണ് എന്ത് ഗിവിങ് ആസ്പെക്ട്സ്. റിസീവിങ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സർവീസാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഏതാണ് 2 ആസ്പെക്ട്സ്? ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാം. നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷിനാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ക്യാഷ് കൊടുത്ത് നമ്മൾ സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഗിവിങ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പൈസ നമ്മൾ എന്ത് ചെയ്തു, സപ്ലയേഴ്സിന് കൊടുത്തു. നമ്മൾ എന്താണ് നൽകിയത്, കൊടുത്തത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഗുഡ്സ് വാങ്ങി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. നമുക്ക് എന്താ റിസീവ് ചെയ്ത്, നമുക്ക് എന്താ കിട്ടിയത്? ഗുഡ്സാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഗുഡ്സ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ, ഒരു ട്രാൻസാക്ഷൻസിന് തന്നെ 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്. ഇതിലേത് ഗിവിങ്? നമ്മൾ നൽകിയത് ക്യാഷാണ്, റിസീവ് ചെയ്ത് നമുക്ക് ഗുഡ്സാണ്. നമുക്ക് ഗുഡ്സ് കിട്ടിയിട്ട് ആ ഗുഡ്സിന് എത്രയാണോ വില, നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ 2 ആസ്പെക്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ട് നമ്മൾ അതായത് ഡെബിറ്റ് ഒരു ക്രെഡിറ്റും വേണ്ട. ഓരോ ഡെബിറ്റിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ്, ഓരോ അക്കൗണ്ടുകളൊക്കെ നമ്മൾ തയ്യാറാക്കും. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓരോ ട്രാൻസാക്ഷൻസിനും നമ്മൾ 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ തന്നെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. എന്താണ് ഈ ക്യാപിറ്റൽ പ്ലസ്? ഇതിലിപ്പോൾ അസറ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ ലയബിലിറ്റി എന്താണെന്നും അറിയാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളുകളിലൂടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇക്വേഷനൊന്ന് കൂട്ടി വായിച്ച് നോക്കൂ. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിലെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്താ? അവിടുത്തെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ക്യാപിറ്റലും ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷനാണ്. ബിസിനസ് പുറത്തുനിന്ന് വരുന്നതിൽ കടം വാങ്ങിയതാണ് ലയബിലിറ്റി എന്ന് പറയും. അപ്പോൾ ബിസിനസ്സിലെ ടോട്ടലായിട്ടുള്ള അസറ്റ്, ബിസിനസ്സിൻ്റെ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ്, അതായത് ഓണർ ബിസിനസ്സിലേക്ക് കൊടുക്കുന്നതും പിന്നെ ബിസിനസ് കടം വാങ്ങിയതും കൂടിയിട്ടാണ് ബിസിനസ്സിൻ്റെ മൊത്തം ആസ്തി എന്ന് പറയുന്നത്. ബിസിനസ്സിലെ അസറ്റുകളൊക്കെ എങ്ങനെ വരുന്നു? ഒന്നല്ലെങ്കിൽ ഓണർ കൊണ്ടുവരും, അതും ഉണ്ടായിരിക്കും കുറച്ച്. പിന്നെ നമ്മൾ കടം വാങ്ങിയതും ഉണ്ടായിരിക്കും. ക്യാഷ് ആണെങ്കിലും അസറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓണർ കുറച്ച് ക്യാഷ് കൊണ്ടുവരും, പിന്നെ നമ്മൾ പുറത്തുനിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ്, ലയബിലിറ്റി എടുത്തിട്ടാണ് നമ്മൾ ഓരോ അസറ്റും വാങ്ങിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിയാണ്. അതാണ് ഒരു ട്രാൻസാക്ഷൻസിന് തന്നെ 2 എഫക്റ്റ് ഉണ്ടാവുന്ന, 2 ആസ്പെക്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ് ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നതും ഈ കോൺസെപ്റ്റ് പ്രകാരമാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിക്കുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, സാലറി കൊടുക്കുന്നതൊക്കെ എക്സാമ്പിളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമുക്ക് കുറച്ചധികം കണ്ടൻറ്റ് എഴുതാൻ പറ്റിയൊരു കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഇതിനെ ഡ്യുവാലിറ്റി എന്നും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഡ്യുവാലിറ്റി കോൺസെപ്റ്റിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് ഓർത്തിരിക്കരുത്. ഇത് തന്നെയാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാണെന്ന് അറിയില്ല എന്ന് പറയരുത്. അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിയാണ് അക്കൗണ്ടിങ് ഇക്വേഷനും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ പഠിക്കാം. ഇനി അടുത്താണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഇതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയും. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ആൻ അസറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ അക്വിസിഷൻ കോസ്റ്റ്.
It include purchase price, transportation cost and installation cost. This cost become the basis of all subsequent asset. Subsequent increase or decrease in the market value of an asset would not be recorded in the books of account. എന്നാണ് ഈ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അസറ്റുകളുടെ കോസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, അപ്പോൾ അതിന് നമുക്കൊരു കോസ്റ്റ് വരില്ല. ഈ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ മെഷീനറി വാങ്ങിക്കാൻ നമ്മൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ്, ഇപ്പോൾ ഒരു മെഷീനറി എന്താ ഇപ്പോൾ ഏതെങ്കിലും ഒരു എമൗണ്ട് 50,000 ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു മെഷീനറി വാങ്ങിച്ചു 50,000 രൂപയ്ക്ക് 50,000 റുപ്പീസിന് എന്ത് ചെയ്തു, നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് പിന്നീടും അത് ഒരു യൂസ് ചെയ്യുന്നത് വരെ നമുക്ക് കുറച്ച് ചെറിയ കുറച്ച് ചിലവും കൂടിയും വരും. അതായത് നമുക്കതിനെ ഇങ്ങോട്ട് അതായത് കടയിൽ നിന്നും നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ എന്ത് വേണ്ടി വരും, ഇൻസ്റ്റലേഷൻ്റെ ചാർജ് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ എക്സ്പെൻസും കൂടി അതിൻ്റെ ഒപ്പം വരും. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തത് 50,000 രൂപയ്ക്കാണ്. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നത് വരെ കുറച്ച് എക്സ്പെൻസ് കൂടി വന്നു. അതേതാണ് നമുക്ക് വന്നത്, ഒന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വന്നു, ഇൻസ്റ്റലേഷൻ ചാർജ് വന്നു. അപ്പോൾ ഇതിൽ ഏത് എമൗണ്ടാണ്, അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനായിട്ട് ഇപ്പോൾ ഒരു 6,000 രൂപ വന്നു, അപ്പോൾ നമുക്ക് 56,000 രൂപയായി. പിന്നെ നമുക്കൊരു 4,000 രൂപയിൽ എന്ത് വന്നു, ഇൻസ്റ്റലേഷൻ ചാർജായിട്ട് വന്നു. അപ്പോൾ എത്രയായി, 60,000 രൂപയായി. ഈ 60,000 രൂപയാണ് അതും നമ്മൾ മെഷീനറി വാങ്ങിച്ചത് എത്ര രൂപയ്ക്ക്, 50,000 രൂപയ്ക്ക്. അപ്പോൾ അത് ഏതാണ് 50,000 ആണോ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യുക, 60,000 ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല, നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ എഴുതേണ്ടത് ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഒരു അക്കൗണ്ടിങ് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എഴുതേണ്ടത് 60,000 രൂപയാണ്. 50,000 രൂപയ്ക്ക് നമ്മൾ മെഷീനറി വാങ്ങിച്ചു, പിന്നെ നമുക്ക് എന്ത് വന്നു, 6,000 രൂപ ട്രാൻസ്പോർട്ടേഷനും 4,000 രൂപ ഇൻസ്റ്റലേഷനും വന്നിട്ട് മൊത്തം 60,000 രൂപ നമുക്ക് എന്തിന് വന്നു, മെഷീനറിക്ക് വന്നു. അപ്പോൾ ഈ മെഷീനറി 60,000 പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതാണ് ഈ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. നമ്മളതിൻ്റെ അക്വിസിഷൻ കോസ്റ്റാണ് എഴുതുക. അക്വിസിഷൻ കോസ്റ്റിൽ എന്തൊക്കെ കൂടുക, പർച്ചേസ് പ്രൈസ്, അതായത് നമ്മൾ 50,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങിച്ചു, ഈ 50,000 ആണ് പർച്ചേസ് പ്രൈസ്, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, മെയിൻറ്റെയിൻ കോസ്റ്റ് തുടങ്ങിയ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്തതാണ്, പർച്ചേസ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റലേഷനും ഒക്കെ ആഡ് ചെയ്തതാണ് എന്ത് പറയുന്നത്, അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്വിസിഷൻ കോസ്റ്റിലാണ് എഴുതുക. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വാങ്ങിയ കോസ്റ്റിൽ നിന്ന് ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മെഷീനറിയുടെ വാല്യൂ മാറ്റേണ്ടതില്ല എന്നും നമ്മൾ ഓർത്ത് വയ്ക്കുക. മാർക്കറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചിട്ടല്ല നമ്മൾ അക്വിസിഷൻ കോസ്റ്റിലാണ് നമ്മൾ അസറ്റ് എഴുതുക എന്ന് പറയുന്നത്. അക്വിസിഷൻ കോസ്റ്റിൽ പർച്ചേസ് പ്രൈസും മറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നവരെയുള്ള ഇൻസ്റ്റലേഷൻ അതേപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വരും. അതൊക്കെ കൂടിയതാണ് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. എന്താണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്? This concept requires that accounting should focus only on material facts. നമ്മൾ അക്കൗണ്ടിങ് വർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് മെറ്റീരിയൽ ഫാക്ട്സിലാണ്. മെറ്റീരിയൽ ഫാക്ട്സ് ഉണ്ട്, നോൺ മെറ്റീരിയൽ ഫാക്ട്സും മെറ്റീരിയൽ ഫാക്ട്സും ഉണ്ട്. ദ മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നാച്ചർ ആൻഡ് എമൗണ്ട് ഇൻവോൾവ്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് ഓഫ് പേപ്പർ, പെൻസിൽ, പെൻ, സ്കെയിൽ എക്സെട്ര are not shown in the whatever amount of stationery is bought is an account period is treated as expense of the bill. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സ്, അതായത് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോസ്റ്റ് നമുക്ക് വരും. അതായത് ഇപ്പോൾ മിഷനറി, ബിൽഡിങ്, സ്റ്റോക്ക്, ഗുഡ്സ്, ഇതൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ അസറ്റ് അങ്ങനത്തെ തിങ്സാണ്. കുറച്ചധികം കോസ്റ്റ് എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ നാച്ചുറായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓപ്പറേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കുറച്ചധികം എമൗണ്ട് വരുന്ന ഫാക്ട്സാണ്, മെറ്റീരിയൽ ഫാക്ട്സാണ്. എന്നാൽ അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് പെൻസിൽ വാങ്ങിച്ചതോ പേന വാങ്ങിച്ചതോ ഇങ്ങനെ സില്ലായിട്ടുള്ള എക്സ്പെൻസുകൾ, സില്ലായിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അസറ്റുകളായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ല. പെന്ന്, പെൻസിൽ, അതേപോലെ പേപ്പർ,
ബുക്സ് ഇതൊന്നും നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെന്ന് വാങ്ങിയതും പെൻസിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസ്, ഇതൊക്കെ ഓരോ എക്സ്പെൻസുകളാണ്. ചെറിയ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ എക്സ്പെൻസുകളാണ്. അപ്പോൾ നമ്മൾ അസറ്റ് പറഞ്ഞ അണ്ടറിലല്ല ഇത്തരത്തിലുള്ള വസ്തുക്കൾ എഴുതി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ എക്സ്പെൻസിൻ്റെ കീഴിൽ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ ഫാക്ട്സിനെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ, പ്രത്യേകം റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. അതേപോലെ പെൻസിൽ പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഒരു അസറ്റ് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങും. നേരെ മറിച്ച് പെൻസിൽ, പെന്ന പറഞ്ഞ ഓരോ അക്കൗണ്ടുകളും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള, അൺമെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ചെറിയ എമൗണ്ട്, ചെറിയ തിങ്സാണ്. അപ്പം അതിന് നമ്മൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് എക്സ്പെൻസ് ആയിട്ടാണ്. നമ്മൾ പെൻസിൽ വാങ്ങിയതും പേന വാങ്ങിയതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറേ എഴുതേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഹെഡറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, അതായത് അസറ്റായിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിങ് വർക്കിൽ നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെറിയ എമൗണ്ട് എക്സ്പെൻസ് എന്നൊക്കെ നമ്മൾ എക്സ്പെൻസ് എന്നുള്ള അണ്ടറിലാണ് എഴുതി വയ്ക്കുക, നോർത്ത് വയ്ക്കുക. ഇനി അടുത്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. എന്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്? കൺസിസ്റ്റൻസി മീൻസ് കണ്ടിന്യൂറ്റി ഓർ deadlines. This concept states the accounting principles and method should remain consistent from one year to another. Consistency പറഞ്ഞ വാക്കിൽ എന്താണ് അർത്ഥം? സ്ഥിരത എന്നാണ് അർത്ഥം. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ സ്ഥിരത. ഒരേ മെത്തേഡ് അല്ലെങ്കിൽ ഒരേ സിസ്റ്റം നമ്മൾ അല്ലെങ്കിൽ 1-2 ദിവസം ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് നമ്മളത് മാറ്റാതെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുക. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി മീൻസ് കണ്ടിന്യൂറ്റി ഓർ സ്റ്റെഡ് ലൈൻസ്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഷുഡ് റിമൈനിങ് കൺസിസ്റ്റൻസ് ഫ്രം 1 year to another. ഓരോ വർഷം എന്തായിരിക്കണം, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ വർഷം നമ്മൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചു, രണ്ടാമത്തെ വർഷം നമ്മൾ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചു. അങ്ങനെയല്ല, നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്യണം. സിസ്റ്റമാറ്റിക്കായി കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യണം. അല്ലാതെ ഒരു വർഷം നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചു, മറ്റേ വർഷം നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് വേറൊരു മെത്തേഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പയർ ചെയ്യാനോ ഡിസിഷൻ മേക്കിങ്ങിനോ സാധിക്കില്ല. അങ്ങനെ മെത്തേഡ് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറേ പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഓരോ മെത്തേഡുകൾ മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അത് അടുപ്പിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് ആ മെത്തേഡും ഒരേ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കൺസിസ്റ്റൻസി. 1 year to another. ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യരുത്, മാറ്റിക്കൊണ്ടേ ഇരിക്കരുത്. അപ്പോൾ അതൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ് നമ്മൾ സൂചിപ്പിക്കുക. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനും മെത്തേഡും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതൊരു കൺസിസ്റ്റൻസി, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഒരു വർഷം ഒരു പ്രിൻസിപ്പിൾസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം നമ്മൾ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസൊക്കെ കൊണ്ടൊക്കെ വരയ്ക്കും. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡും വർക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, അതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. ഇൻ ഓർഡർ ടു എനേബിൾ ദ മാനേജ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പീരീഡ് ഡ്രോ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ ചെയ്യും. നമ്മളൊരു കൺസിസ്റ്റൻ്റ് കൊണ്ടുവരണമെങ്കിൽ ഒരേ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് ആണ്. എന്താണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൂഡൻസ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ആൾ ആൻറ്റിസിപ്പേറ്റഡ് ലോ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ബട്ട് ആൾ ആൻറ്റിസിപ്പേറ്റഡ് ഓർ അൺറിയലൈസ്ഡ് ഗെയിൻ ഷുഡ് ബി ഇഗ്നോർഡ്. This policy of playing safe. This concept requires the profit should not be recorded until realized, but all loss and even those which may have a remote possibility provide for the books of account. അപ്പോൾ എന്താണ് കൺസർവേറ്റീവ്സ്? നമ്മൾ എല്ലാ ലോസും ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബട്ട് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ഗെയിൻസ് എന്ത് ചെയ്ത് നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ആൻറ്റിസിപ്പേറ്റഡ് ലോസ്, അതായത് നമ്മൾ മുൻകൂട്ടി ഉണ്ടാകുന്ന ലോസ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം.
അതിന് നമ്മൾ ഓരോ മെഷേഴ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുൻകൂട്ടി ഉണ്ടാകുക പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ബിസിനസ് പല വ്യക്തികൾക്കും കടം കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിസിനസ്സിന് ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് തോന്നുകയാണ് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടില്ല എന്നുള്ള, നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് ബിസിനസ് വരുമ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഗുഡ്സ് കൊടുത്തതാണ്, നമുക്ക് ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷെ അവർ ക്യാഷ് തരില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോസാണ്. ആ ലോസ് നമ്മളവിടെ മുൻകൂട്ടി കാണുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, അതിന് മെഷേഴ്സ് എടുക്കണം. ആ ലോസ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അല്ലെങ്കിൽ ആ ലോസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ അതിന് വേണ്ടി പ്രൊവിഷൻസ് നീക്കി വയ്ക്കും. അത്തരത്തിലുള്ള ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയും, കിട്ടാക്കടം. നമുക്കിങ്ങനെ ഡെപ്റ്റേഴ്സ് പൈസ തരില്ല എന്ന് തോന്നിയാൽ നമ്മൾ അത്തരം ഡെപ്റ്റേഴ്സാണ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് മുന്നേ കൂട്ടിയിട്ട് തന്നെ പ്രൊവിഷൻസ് നമ്മൾ വയ്ക്കും. കുറച്ച് എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കും, പ്രൊവിഷനായിട്ട് വയ്ക്കും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അതെന്ത് ചെയ്യുക, ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ലോസിന് വേണ്ടിയിട്ട് നമ്മളെടുത്തൊരു മെഷറാണ്. എന്നാൽ നേരെ മറിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഗെയിൻ, അല്ലെങ്കിൽ ഇതുവരെ റിയലൈസ്ഡ് ആവാത്തൊരു ഗെയിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മെഷേഴ്സ് എടുക്കരുത്. ഇപ്പോൾ നമ്മൾ അടുത്ത മാസം കുറച്ച് സെയിൽ ഉണ്ടാവും വിചാരിച്ച്, നമ്മൾ വിചാരിക്കുകയാണ് സെയിൽ ഉണ്ടാവും വിചാരിച്ച് നമ്മൾ കുറേ ഗുഡ്സ് വാങ്ങി വയ്ക്കരുത്. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് വന്നേക്കാം എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യരുത്. ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യരുത്. പക്ഷേ ആൻറ്റിസിപ്പേറ്റ് ആയിട്ട് ലോസ് നമ്മൾ വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മുടെ ബിസിനസ്സിന് ഫയറോ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ നമ്മൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാതെ വരികയാണ് ഓരോ ലോസുകൾ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുക, പ്രൊവിഷൻസ് എടുക്കുക, ഫയർ അങ്ങനെ ഡിപ്രിസിയേഷന് വേണ്ടി പ്രൊവിഷൻ എടുക്കുക. അങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ, ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മുന്നേ കൂട്ടി തന്നെ കുറച്ച് മെഷേഴ്സ് എടുക്കും. അത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കണം. ബട്ട് നമ്മൾ പ്രോഫിറ്റ് മുന്നേ കൂട്ടി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം മെഷേഴ്സ് എടുക്കരുതെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യരുത്. ഇതുവരെ റിയലൈസ് ചെയ്യാത്ത പ്രോഫിറ്റ് നമ്മൾ മുൻകൂട്ടി കാണരുത് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നാണ്. ഇതിനാണ് നമ്മൾ പ്ലേയിങ് സേഫ് എന്ന് പറയുക. ദിസ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. അപ്പം നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാണ്ട് പ്ലേയിങ് സേഫ് എന്ന് പറഞ്ഞ ഏത് പോളിസി എന്നത് കൺസർവേറ്റീവ്സ് ആണ്. നമ്മൾ സേഫായിട്ട് പ്ലേ ചെയ്യണം. മുൻകൂട്ടി ഉണ്ടാകുന്ന ലോസ് നമ്മൾ ഇപ്പം തന്നെ കണ്ടിട്ട് അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുകയാണ്. എന്നാലേ നമുക്ക് ആ ലോസിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പ്രോഫിറ്റ് മുൻകൂട്ടി കണ്ട ഒരു കാര്യം ചെയ്താൽ നമുക്ക് നെഗറ്റീവായിട്ടും വരാം. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. പക്ഷേ ലോസ് നമ്മൾ മുൻകൂട്ടി കാണണം പറയുന്നത്. അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് റിക്വയർ ദാറ്റ് പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ റിയലൈസ് ചെയ്യാത്തത് വരെ പ്രോഫിറ്റ് എന്ത് ചെയ്യരുത്, റെക്കോർഡ് ചെയ്യരുത്. പക്ഷേ ലോസ് നമ്മൾ വരുമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ മെഷേഴ്സ് എടുക്കണം എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് ഇൻവെൻട്രീസ് വാല്യൂ, കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലോസ്. ഇൻവെൻട്രി നമ്മൾ വാല്യൂ ചെയ്യും. ഇൻവെൻട്രി മീൻസ് സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുക. അൺസോൾഡ് ഗുഡ്സ് ആണ് സ്റ്റോക്ക്. അതാണ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ അത് വാല്യൂ ചെയ്യുന്ന കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് വാങ്ങിയ വിലക്ക് നമ്മുടെ അതിൻ്റെ വാല്യൂ കാണും. അതായത് നമ്മളത് വാങ്ങിയ വില, അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റിലുള്ള പ്രൈസ്. ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചുള്ള പ്രൈസ് ഉണ്ടാകും. അപ്പോൾ അതേതാണോ ലോവർ, ഏതാണോ കുറവ് അതാണ് നമ്മൾ എടുക്കുക. കോസ്റ്റാണ് കുറവെങ്കിൽ അതെടുക്കും, മാർക്കറ്റ് പ്രൈസാണ് കുറവെങ്കിൽ അതെടുക്കും. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണെന്ന്. അത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ്. ഡിപ്രിസിയേഷനോ ഡെപ്റ്റേഴ്സിനൊക്കെ നമ്മൾ പ്രൊവിഷൻ വയ്ക്കും. അതായത് ബാഡ് ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്, നമുക്ക് കിട്ടില്ല എന്ന് തോന്നി നമ്മൾ അതിന് വേണ്ടി കുറച്ച് എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ നമുക്കതൊരു ലോസ് നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കും തോന്നിയിട്ട് നമ്മൾ ഇപ്പം തന്നെ ഒരു മെഷേഴ്സ് എടുക്കാം. നമ്മൾ ഫ്യൂച്ചറിലെ ലോസ് നമ്മൾ കണ്ടിട്ട് ഇപ്പം തന്നെ നമ്മൾ മെഷേഴ്സ് എടുക്കണം. പക്ഷേ ഫ്യൂച്ചറിലെ പ്രോഫിറ്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും മെഷേഴ്സ് എടുക്കരുത്. പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാത്തിടത്തോളം നമ്മളത് റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ, റിയലൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനെ നമ്മൾ റവന്യൂ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ, റവന്യൂ റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്രയും പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. കുറച്ച് സ്റ്റാൻഡേർഡുകൾ, അതേപോലെ ടാക്സിൻ്റെ ചെറിയൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സുകൾ, അതേപോലെ സ്റ്റാൻഡേർഡുകൾ,
പിന്നെ അതേപോലെ ഡബിൾ എൻട്രി, സിംഗിൾ എൻട്രി, കുറച്ച് തിയറിയും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കോൺസെപ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വെരിഫയബിൾ ഓർ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരു വെരിഫയബിൾ ആയിരിക്കണം, അത് ഡിപ്പെൻഡബിൾ ആയിരിക്കണം. നമ്മൾ ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽസോ എന്തെങ്കിലും സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എമൗണ്ട് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം, ഒന്നും ഹൈഡ് ചെയ്യാൻ നമ്മൾ പാടില്ല. ഫുൾ ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കണം, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എവരി ട്രാൻസാക്ഷൻ, അക്കൗണ്ടിങ്ങിൽ ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഗിവിങ് ആസ്പെക്ട്സും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്ട്സും. ഗിവിങ് ആസ്പെക്ട്സ് നമ്മൾ റിസീവിങ് ആസ്പെക്ട്സിനെ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റും. ഓരോ ഡെബിറ്റിനും അതിന് തുല്യ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഇക്വേഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഏതൊരു അസറ്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴും അതിൻ്റെ കോസ്റ്റിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. പിന്നെ അക്വിസിഷൻ കോസ്റ്റാണ്. അതിൽ പർച്ചേസ് പ്രൈസും വരും, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാൾമെൻറ്റ് ഒക്കെ കൂടിയതാണ് അക്വിസിഷൻ കോസ്റ്റ്. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് അതിന് മാത്രമേ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടതുള്ളൂ. അല്ലാതായിട്ടുള്ള ചെറിയ എമൗണ്ടുകളോ ചെറിയ ഐറ്റംസിനൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് റെക്കോർഡ് തയ്യാറാക്കേണ്ട. മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സിന് മാത്രം നമ്മൾ റെക്കോർഡ് തയ്യാറാക്കണം. അല്ലാതെ അൺമെറ്റീരിയൽ ആയിട്ടുള്ള പെൻസിൽ പറഞ്ഞ ചെറിയ എമൗണ്ടൊക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, സെറ്റ് ലൈൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരേ പ്രിൻസിപ്പിൾസ് തന്നെ ഫോളോ ചെയ്യണം, എല്ലാ വർഷവും അത് തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും അക്കൗണ്ടിങ്ങിൽ ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് തന്നെ തയ്യാറാക്കണം. ഓരോ ഇയറും ഓരോ മെത്തേഡ് ഫോളോ ചെയ്തുണ്ടാക്കി അത് കമ്പയർ ചെയ്യാനും പറ്റില്ല. അത് ഇൻകൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി കൺസർവേറ്റീവ് പ്രൂഡൻസ് എന്ന് പറയുമ്പോൾ ലോസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ബട്ട് പ്രോഫിറ്റ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. അതിന് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ ഉണ്ട്. അതിൽ കൺസർവേറ്റിസത്തിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് കോസ്റ്റിലോ മാർക്കറ്റ് പ്രൈസിലോ കണക്കാക്കും. വിച്ച് എവർ ഈസ് ലോവർ, അതായത് ഏതാണോ കുറവ് അതിലാണ് എടുക്കുക. അതേപോലെ തന്നെ പ്രൊവിഷൻ, അതൊക്കെ കൺസർവേറ്റീവ്സാണ്. കൺസിസ്റ്റൻസി നമ്മൾ ഡിപ്രിസിയേഷൻ മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പെൻസിൽ നമ്മൾ അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യില്ല, ഒക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെൻസ് പറഞ്ഞു 50,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചപ്പോൾ നമ്മളത് 60,000 ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. കാരണം 10,000 രൂപ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ. ഡ്യുവൽ ആസ്പെക്റ്റ് നമ്മൾ അതേപോലെ സെയിൽ ചെയ്യുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിനെ എല്ലാം നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നാണ്. വെരിഫയബിൾ എന്ന് പറയുമ്പോൾ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഓരോ ട്രാൻസാക്ഷനും അതിന് വെരിഫയബിൾ ആയിരിക്കണം, എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്രയും പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൃത്യമായിട്ട് ക്ലാസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് മോട്ടിവേഷൻ. കൂടുതൽ ക്ലാസ്സുകൾ അക്കൗണ്ടിങ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ ജേർണൽ എൻട്രി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സുകൾ തയ്യാറ് വയ്ക്കുക. ഇതൊന്നും കാണാതെ പഠിക്കുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ കാണാതെ പഠിച്ചാൽ പ്രശ്നം ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല. ഒരു എക്സാമ്പിളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾസാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചോദിക്കുക. അപ്പോൾ നമ്മളത് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ 1-2 ലൈനിലത് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാനും കൂടി കഴിയണം. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വാച്ച് ചെയ്തതിന് താങ്ക് യു.